വികസനത്തിന് മാതൃക തീർത്ത കൊല്ലം കോർപ്പറേഷൻ താമരക്കുളം ഡിവിഷനിൽ ഇക്കുറി ചുമട്ടുതൊഴിലാളി നേതാവും മേയർ സ്ഥാനാർത്ഥിയും തമ്മിലാണ് പ്രധാന മത്സരം. CITU ഹെഡ്ലോഡ് യൂണിയൻ നേതാവായ LDF സ്ഥാനാർത്ഥി AM ഇക്ബാൽ ഡിവിഷൻ നിലനിർത്തുവാനും UDF സ്ഥാനാർത്ഥി AK ഹഫീസ് ഡിവിഷൻ പിടിക്കുവാനും മത്സരിക്കുന്നു. നാട്യങ്ങളില്ല, പച്ചയായ മനുഷ്യൻ. തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും ഒരേപോലെ പ്രിയങ്കരൻ. ചെങ്കൊടിയുടെ പാതയിൽ ഏവരെയും സമത്വത്തോടെ വീക്ഷിക്കുന്ന മനസ്സ്. ഇതാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇക്ബാൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ആ പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥിയായി ഓരോ വീടുകൾ കയറുമ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല വിജയം നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താമരക്കുളം ഡിവിഷൻ സിറ്റിംഗ് കൗൺസിലർ CPMലെ മുൻ മേയർ പ്രസന്ന ഏണസ്റ്റ് തുടങ്ങിവെച്ച വികസനം പൂർത്തീകരിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് LDF നല്ലവരായ വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഈ പ്രദേശത്ത് നടത്തിയ വികസനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഓരോ വീടുകളിലേക്ക് കയറുമ്പോൾ അവരെല്ലാം വളരെ സന്തോഷത്തോടുകൂടി ഇത്രയും വികസനങ്ങൾ ഇവിടെ കൊണ്ടെത്തിച്ചതിന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പകരം വോട്ട് മാത്രമാണ് നൽകാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ എല്ലാ വീടുകളിലേക്കും അവർ സ്വീകരിച്ചിട്ടുള്ളത്. താമരക്കുളത്ത് വന്ന IT പാർക്കും വെൽനസ് സെന്ററും ലാബും കുടിവെള്ള പദ്ധതിയും നല്ല റോഡുകളും ഉൾപ്പെടെ വികസനം എണ്ണിപ്പറയുകയാണ് ഇടതുമുന്നണി. കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ചപ്പോൾ ആദ്യ മേയറും താമരക്കുളം ഡിവിഷനിലെ സബിത ബീഗമായിരുന്നു. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പ്രത്യേകതയും സബിത ബീഗം സ്വന്തമാക്കി. അക്കാലം മുതൽ താമരക്കുളത്ത് ജനങ്ങൾക്കിഷ്ടം ഇടതുമുന്നണിയെ മാത്രം. 2 പ്രാവശ്യം മേയറായിരുന്നു ഇതേ താമരക്കുളം ഡിവിഷനിൽ നിന്ന് പ്രസന്ന ഏണസ്റ്റ്. പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നടപ്പിലാക്കുകയും ആ ഡിവിഷൻ ഇന്ന് 55 കൊല്ലം കോർപ്പറേഷനിലെ നിലവിലുണ്ടായിരുന്ന 55 ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ വികസനങ്ങൾ എത്തിച്ച ഒരു സമയം കൂടിയായിരുന്നു. അതേസമയം UDF സ്ഥാനാർത്ഥി ഇവിടെ മുൻകാലങ്ങളിൽ ഇവിടെ കൗൺസിലറായിരുന്നു, പക്ഷേ ഒന്നും ചെയ്തില്ല എന്നൊരു പരാതി ഇടതുമുന്നണിയും നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട്. ക്യാമറമാൻ അയ്യപ്പദീപിനൊപ്പം രാജ്കുമാർ.